കൃപയുടെ നീർച്ചാലുകൾ വീണ്ടും നമ്മുടെ സ്വീകരണ മുറികളിൽ ശുശ്രൂഷകളായി എത്തുമ്പോൾ ഇന്നത്തെ ഈ സെഗ്മെന്റിൽ നമ്മൾ ദൈവത്തിൻ്റെ വചനവുമായിട്ട് കടന്നു വരുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാം: കർത്താവേ, അവിടുത്തെ വചനത്തിൻ്റെ വലിയ ആഴങ്ങളെ കാണാൻ എൻ്റെ കണ്ണുകളെയും എൻ്റെ ചെവികളെയും എൻ്റെ ഹൃദയത്തെയും തുറന്ന് പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമുക്ക് ഒരുമിച്ച് കടന്നു വരാം. എഫെസോസ് ലേഖനം 4-ാമത്തെ അധ്യായത്തിൻ്റെ 7 മുതൽ 16 വരെയുള്ള ഭാഗ്യത്തിലെ 3-ാമത്തെ വിശദീകരണത്തിലേക്ക് വിശേഷാൽ സ്വാഗതം. കൃപയുടെ നീർച്ചാലുകൾ. ശ്രദ്ധിക്കൂ സഹോദരങ്ങളെ, കൃപാവരങ്ങളിൽ വൈവിധ്യമുണ്ട്, കൃപാവരങ്ങളിൽ വ്യത്യസ്തതകളുണ്ട് എന്ന് പറഞ്ഞ് ആരംഭിക്കുകയാണ് എഫെസോസ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 16 വരെയുള്ള ആ പ്രത്യേക ഖണ്ഡിക. അപ്പോൾ ആ ഭാഗങ്ങൾ വിശദീകരിക്കുമ്പോൾ ഇതുവരെ പറഞ്ഞത് ഒന്ന് കമ്പിവാചകത്തിൽ പറഞ്ഞാൽ ഇനി കേൾക്കാൻ പോകുന്നത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. പ്രത്യേകിച്ച് ആദ്യമായിട്ട് ഇന്ന് കേൾക്കുന്ന പ്രേക്ഷകർക്കും എല്ലാം അത് പ്രയോജനമായി തീരും. നോക്കൂ, ദൈവത്തിൻ്റെ വചനം എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? എഫെസോസ് 4:7 പറഞ്ഞു, ക്രിസ്തുവിൻ്റെ ദാനാനുസൃതമായി നമുക്കെല്ലാവർക്കും കൃപ ലഭിച്ചിരിക്കുന്നു. എഫെസോസ് 4:11 നമ്മോട് സംസാരിച്ചു, അവൻ ചിലർക്ക് വരം നൽകിയിരിക്കുന്നു. ആ ചിലർ എന്ന് പറയുന്നതിനകത്ത് 5 വിധ ശുശ്രൂഷകളെ അപ്പോസ്തലൻ നമ്മെ പരിചയപ്പെടുത്തുന്നു. അപ്പോസ്തലൻ, പ്രവാചകൻ, ഇടയൻ, സുവിശേഷകൻ, പ്രബോധകൻ. 5 വിധ ശുശ്രൂഷകൾ നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്തിനാണ് സഭയാം ശരീരത്തിൽ ഈ 5 വിധ ശുശ്രൂഷകൾ നൽകപ്പെട്ടിരിക്കുന്നത്? സഭയിലാണ് അതെല്ലാം നൽകപ്പെട്ടിരിക്കുന്നത്. കാരണം സഭ അവിടുത്തെ ശരീരമാണ്. അപ്പോൾ ഈ 5 വിധ ശുശ്രൂഷയെ തിരിച്ചറിയുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും വളരുന്നതും വളർത്തുന്നതും വളർത്തേണ്ടിയതും എല്ലാം സഭയിലാണ്. കാരണം സഭയുടെ ആത്മീയ വർധനവിന് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്നതാണ്. ഇങ്ങനെ ഈ സഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ കൃപാവരപൂർണമായ സഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പിന്നീട് കണ്ടത്. അതിൻ്റെ പർപ്പസ് എന്താണ്? ഈ 5 ഫോൾഡ്, വാട്ട് ഈസ് ദ പർപ്പസ് ബിഹൈൻഡ് ദി അപ്പോയിൻമെൻറ്റ് ഓഫ് ദി 5 ഫോൾഡ് മിനിസ്ട്രി? ആ 5 വിധ ശുശ്രൂഷകളുടെ പിന്നിലെ ആത്യന്തികമായ ഉദ്ദേശം എന്താണ്? അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. പ്രധാനമായിട്ട് 6-7 ഉദ്ദേശങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത് 12-ാമത്തെ വചനം പറയുകയാണ്, അത് വിശുദ്ധരെ പരിപൂർണരാക്കാൻ വേണ്ടിയാണ്. ഒന്നാമത്തേത്, ഈ കൃപാവരം നൽകപ്പെട്ടിരിക്കുന്നത് വിശുദ്ധരെ പരിപൂർണരാക്കാൻ വേണ്ടിയാണ്. രണ്ടാമത്തേത്, ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിന് വേണ്ടിയാണ്. വിശുദ്ധരെ ആക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും. മൂന്നാമത്തേത്, ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിതുയർത്തുന്നതിനും വേണ്ടിയാണ്. അപ്പം 3 കൃപാവരങ്ങൾ വ്യത്യസ്തമാണ്, വൈവിധ്യമുണ്ട്. അപ്പോൾ കൃപാവരങ്ങളുടെ ഉദ്ദേശം എന്താണ് എന്നിട്ടാണ് അതിൻ്റെ വൈവിധ്യം പറയുന്നത്. കൃപാവരങ്ങളുടെ ഉദ്ദേശം 3 പറഞ്ഞു കഴിഞ്ഞു. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയാം. ഒന്ന്, വിശുദ്ധരെ പരിപൂർണതയിൽ എത്തിക്കാനാണ്. കാരണം വിശുദ്ധരെല്ലാവരും പരിപൂർണരല്ല, അപൂർണരാണ്. അവരെ പരിപൂർണതയിൽ എത്തിക്കണം. ആരിലൂടെ? ഈ 5 വിധ ശുശ്രൂഷകളിൽ. ഏതാ ഈ 5 വിധ ശുശ്രൂഷ? അപ്പോസ്തലൻ, പ്രവാചകൻ, ഇടയൻ, സുവിശേഷകൻ, പ്രബോധകൻ. ഈ ശുശ്രൂഷയിലൂടെ ഈ അടിസ്ഥാനപരമായി ദൈവം ആഗ്രഹിക്കുന്നത് ഈ കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയിൽ വിശുദ്ധരെ പരിപൂർണതയിൽ എത്തിക്കണം എന്നുള്ളതാണ്. അടുത്ത് പറയുകയാണ്, 13-ാമത്തെ വചനം ഞാൻ വായിക്കുന്നത്. വിശുദ്ധരെ പരിപൂർണതയിൽ എത്തിക്കുന്നതിനും. 12-ാമത്തെ വചനം, വിശുദ്ധരെ പരിപൂർണതയിൽ എത്തിക്കുക, ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിതുയർത്തപ്പെടുന്നതിനും വേണ്ടിയാണ്. ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിതുയർത്തുക. ക്രിസ്തുവിൻ്റെ ശരീരം എന്ന് പറയുന്നത് സഭയാണ്. സഭയെ പണിതുയർത്താൻ വേണ്ടിയാണ് ഈ ശുശ്രൂഷകൾ നൽകപ്പെട്ടിരിക്കുന്നത്. 13-ാമത്തെ വചനം, വിശ്വാസത്തിൻ്റെ ഐക്യത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലും എല്ലാവരെയും എത്തിക്കുകയും. വിശ്വാസത്തിൻ്റെ ഐക്യത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ എല്ലാവരെയും എത്തിക്കുക. അതാണ് 5 വിധ ശുശ്രൂഷയുടെ ലക്ഷ്യം. അപ്പോൾ ഒരു ശുശ്രൂഷ നമ്മുടെ നടുവിൽ നടക്കുന്നുവെങ്കിൽ ആ ശുശ്രൂഷയിലൂടെ ദൈവം ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ 7 കാര്യങ്ങളാണ്. അത് നടക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചിട്ട് വേണം ഒരു ശുശ്രൂഷ ദൈവത്തിൽ നിന്നുള്ളതാണോ എന്ന് തിരിച്ചറിയാൻ. ഒന്നുകൂടെ ഞാൻ പറയാം, ഈ 7 കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ആ ശുശ്രൂഷ ദൈവത്തിൽ നിന്നുള്ള ശുശ്രൂഷയാണ്. ഇനി ഈ 7 കാര്യം നടക്കുന്നില്ല എങ്കിൽ ആ ശുശ്രൂഷ ദൈവത്തിൽ നിന്നുള്ള ശുശ്രൂഷയല്ല. 7 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ക്രിസ്തുവിൻ്റെ 12-ാമത്തെ വചനം തൊട്ട് പറയാം. 1, വിശുദ്ധരെ പരിപൂർണതയിൽ എത്തിക്കുക. 2, ശുശ്രൂഷയുടെ ജോലിയാണ്. 3, ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിതുയർത്താൻ വേണ്ടിയാണ്. 4, വിശ്വാസത്തിൻ്റെ ഐക്യത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലും എത്തിക്കുകയാണ്. 5, ക്രിസ്തുവിൻ്റെ പരിപൂർണതയാകുന്ന അളവിലേക്ക് പക്വതയാർന്ന മനുഷ്യരെ എത്തിക്കുക എന്നുള്ളതാണ്.
അപ്പോൾ ഈ 5 കാര്യം, 5 കാര്യമാണ് ഇവിടെ വിശദീകരിക്കുക. 5 കാര്യത്തിന് വേണ്ടിയാണ് ശുശ്രൂഷകൾ നൽകപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെ ഈ ശുശ്രൂഷകൾ ഫങ്ഷൻ ചെയ്താൽ, അപ്പം 5 വിശദീകരിച്ചു കഴിഞ്ഞു. ആദ്യത്തെ 5 ഏതാണ്? 5 വിധ ശുശ്രൂഷകൾ. രണ്ടാമത്തെ 5 ഏതാണ്? 5 വിധ ഉദ്ദേശങ്ങൾ. അപ്പോൾ ഇത് പെട്ടെന്ന് പഠിക്കുക, എളുപ്പമാണ്. 5 വിധ ശുശ്രൂഷകൾ ഏതാ? അപ്പോസ്തലൻ, പ്രവാചകൻ, ഇടയൻ, സുവിശേഷകൻ, പ്രബോധകൻ. 5 വിധ ഉദ്ദേശം എന്താണ്? ആദ്യത്തെ പറഞ്ഞു കഴിഞ്ഞു 12-ാമത്തെ വചനത്തിൽ, അത് വിശുദ്ധരെ പരിപൂർണതയിലെത്തിക്കുക. രണ്ടാമത്തെ എന്താണ്? ശുശ്രൂഷയുടെ ജോലിക്ക്. മൂന്നാമത്തെ എന്താണ്? ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിതുയർത്താൻ വേണ്ടി. നാലാമത്തെ എന്താണ്? വിശ്വാസത്തിൻ്റെ ഐക്യത്തിലും ദൈവോത്തരനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലും എല്ലാവരും എത്തിക്കുക. നാലാമത്തെ എന്താണ്? അഞ്ചാമത്തെ എന്താണ്? ക്രിസ്തുവിൻ്റെ പൂർണ്ണതയാകുന്ന അളവിന് അനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരെ ഉണ്ടാക്കുക. 5 വിധ ശുശ്രൂഷയിലൂടെ 5 വിധ ഉദ്ദേശങ്ങൾ. ഇങ്ങനെ ഈ 5 വിധ ഉദ്ദേശങ്ങൾ പൂർത്തിയായാൽ സംഭവിക്കുന്നത് എന്താണ്? 14-ാമത്തെ വചനം, നാം ഇനിമേൽ തെറ്റിൻ്റെ വഞ്ചനയിൽ ഉൾപ്പെടുത്താൻ മനുഷ്യർ കൗശലപൂർവ്വം നടത്തുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ ആടിയുലയുകയും തൂത്തെറിയപ്പെടുകയും ചെയ്യുന്ന ശിശുക്കളാകരുത്. അപ്പോൾ ഈ 5 വിധ ശുശ്രൂഷയിലൂടെ 5 വിധ ഉദ്ദേശം നടന്നാൽ സംഭവിക്കുന്നതാണ്, ഇനിമേലാൽ നാം വഞ്ചനയിൽപ്പെടുത്താൻ മനുഷ്യർ കൗശലപൂർവ്വം നടത്തുന്ന വക്രതയാർന്ന ഉപദേശത്തിൻ്റെ കാറ്റിനാൽ ആടി ഉലയുകയും തൂത്തെറിയപ്പെടുകയും ചെയ്യാതിരിക്കും. വാക്കുകൾ ഒത്തിരി ദീർഘമായിട്ട് പോകുന്ന പോലെ തോന്നും. വക്രതയാർന്ന ഉപദേശത്തിൻ്റെ കാറ്റിൽ കൗശലപൂർവ്വം, നോക്കിയേ, നാം ഇനിമേലാൽ തെറ്റിൻ്റെ വഞ്ചനയിൽ ഉൾപ്പെടുത്താൻ, നിർത്തി പറയാം, തെറ്റിൻ്റെ വഞ്ചനയിൽ ഉൾപ്പെടുത്താൻ മനുഷ്യർ കൗശലപൂർവം നടത്തുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ ആടിയുലയുകയും തൂത്തെറിയപ്പെടുകയും ചെയ്യും. ആദ്യം ആടിയുലയും, പിന്നെ തൂത്തെറിയപ്പെടുകയും ചെയ്യുന്ന ശിശുക്കളാകരുത്. അപ്പോൾ 5 വിധ ശുശ്രൂഷകൾ, ആ 5 വിധ ഉദ്ദേശങ്ങൾ സഫലീകരിക്കപ്പെട്ടാൽ വക്രതയാർന്ന ഉപദേശത്തിൻ്റെ കാറ്റിൽ ആടിയുലയുകയും തൂത്തെറിയപ്പെടുകയും ചെയ്യത്തില്ല. അതാരാ അങ്ങനെ സംഭവിക്കുന്നത്? ശിശുക്കളാണ്. പിന്നെ എന്ത് സംഭവിക്കും? 15-ാം വാക്യം, അത് സംഭവിക്കത്തില്ല, ഇത് സംഭവിക്കും. 15-ാം വാക്യം എന്താണ്? സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസായ ക്രിസ്തുവിലേക്ക് എല്ലാ വിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നു. സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസായ ക്രിസ്തുവിലേക്ക് നമ്മൾ വളരേണ്ടിയിരിക്കുന്നു. അപ്പം ശിശുവായി തളരുകയല്ല, പുരുഷനായി വളരുകയാണ്. അതാണ് ഈ 5 വിധ ശുശ്രൂഷകളുടെ ഉദ്ദേശം. അപ്പോൾ ആദ്യത്തെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു, 5 വിധ ശുശ്രൂഷകളാണ്. അടുത്ത 5 നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു, 5 വിധ ഉദ്ദേശമാണ്. ആ ഉദ്ദേശം സഫലീകരിക്കപ്പെട്ടാൽ സംഭവിക്കുന്ന 5 കാര്യമാണ് പിന്നീട് വിശദീകരിക്കുന്നത്. പ്രത്യുത സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ശിരസായ ക്രിസ്തുവിൽ എല്ലാ വിധത്തിലും വളരേണ്ടിയിരിക്കുന്നു. എന്നിട്ട് 16-ാമത്തെ വാക്യം പറയുക, അവൻ ശരീരം മുഴുവൻ ഓരോ സന്ധിബന്ധങ്ങളും അതതിൻ്റെ ജോലി നിർവഹിക്കത്തക്ക വിധം സമന്വയിക്കപ്പെട്ട് അവൻ ക്രിസ്തുവിൽ ശരീരം മുഴുവനും ഓരോ സന്ധിബന്ധവും അതതിൻ്റെ ജോലി നിർവഹിക്കത്തക്ക വിധം സമന്വയിക്കപ്പെട്ട് വളരുകയും സ്നേഹത്തിൽ രൂപപ്പെടുകയും ചെയ്യും. സമന്വയിക്കപ്പെട്ടിരിക്കുക. എങ്ങനെ? സന്ധിബന്ധങ്ങളിലൂടെ സമന്വയിക്കപ്പെട്ടിരിക്കുക. അസ്ഥിയോട് ചേർത്ത്, ഞരമ്പോട് ചേർന്ന് മൊത്തം കോർത്തിണക്കപ്പെട്ടിരിക്കുക. ഇതുപോലെയാണ് ഈ ശരീരത്തിൻ്റെ ഘടന നോക്കിയാൽ സഭയുടെ ഘടന നമുക്ക് മനസ്സിലാകും. ശരീരത്തിൽ തലയുണ്ട്, അതാണ് നിയന്ത്രണ സ്ഥലം. തലയാണ് നിയന്ത്രണ സ്ഥലം. ഓക്കെ, ആ നിയന്ത്രണ സ്ഥലത്തു നിന്ന് ശരീരത്തിലേക്ക് നിയന്ത്രണം വരികയാണ്. ശരീരം എന്ന് പറയുമ്പോൾ വൈവിധ്യങ്ങളാണ്. ശരീരത്തിൽ മൊത്തം വൈവിധ്യങ്ങളാണ്, വെറൈറ്റീസാണ്, അല്ലേ? ഡൈവേഴ്സിറ്റീസാണ് ബോഡിയിൽ മുഴുവൻ നമ്മൾ കാണുന്നത്. കൈ രൂപം വേറെ, കാലിൻ്റെ രൂപം വേറെ, കൈയുടെ ജോലി വേറെ, കാലിൻ്റെ ജോലി വേറെ, മൊത്തം വൈവിധ്യങ്ങളാണ്. അപ്പം ഇത് മുഴുവൻ എവിടെ ഇരിക്കുന്നത്? ഒരു ശരീരത്തിലായിരിക്കുന്നത്. ഇതിന് മേളിൽ എന്താ ഉള്ളത്? ഒരു തലയാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് ആ പിക്ചർ. തലയെന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ലുക്ക് അറ്റ് ദിസ് പിക്ചർ. എത്ര ബ്യൂട്ടിഫുൾ ആണ് ഈ അനോളജി, ആ വിശദീകരണം എന്നുള്ളത് ശ്രദ്ധിക്കുക.
ക്രിസ്തുവാണ് തല. ആ തലയുടെ കീഴിൽ ഒരു ശരീരമുണ്ട്. ആ ശരീരത്തിൽ പല അവയവങ്ങളുണ്ട്. എന്നാൽ ഈ ശരീരം സമന്വയിക്കപ്പെട്ടിരിക്കുന്നു, മൊത്തം കോർത്തിണക്കപ്പെട്ടിരിക്കുന്നു. അതാണ് നമ്മൾ 16-ാമത്തെ വചനത്തിൽ വായിക്കുന്നത്. അവൻ ശരീരം മുഴുവൻ ഓരോ സന്ധിബന്ധവും അതതിൻ്റെ ജോലി നിർവഹിക്കത്തക്ക വിധം. കേട്ടോ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അടിവരയിടേണ്ട ചിന്ത. എഫെസോസ് 4:16 അതതിൻ്റെ ജോലി നിർവഹിക്കത്തക്ക വിധം സമന്വയിക്കപ്പെട്ട് വളരുകയും സ്നേഹത്തിൽ രൂപപ്പെടുകയും ചെയ്യുന്നു. ഗ്രോത്ത് ഉണ്ട് അവിടെ, അപ്പോൾ തന്നെ ഫോർമേഷനും ഉണ്ട് അവിടെ. വളർച്ചയുമുണ്ട്, രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട്. വളർച്ചയും രൂപപ്പെടുകയും ചെയ്യുന്നതിന് കാരണം അവയവങ്ങൾ രൂപപ്പെടുന്നുണ്ട്, അപ്പോൾ തന്നെ വളരുന്നുമുണ്ട്. രൂപപ്പെടുകയാണ് പരിപൂർണതയിൽ എത്തുക എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈശോയുടെ ശരീരമായ സഭയെന്ന് പറയുമ്പോൾ, ഞാൻ പറഞ്ഞില്ല, എഫെസോസ് ലേഖനം മുഴുവൻ നമ്മോട് പൗലോസ് ശ്ലീഹ പറയുവാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത കർത്താവിൻ്റെ ശരീരമാകുന്ന സഭ എന്ന ചിന്ത മാത്രമാണ്. അപ്പോൾ ആ സഭയുടെ ഐശ്വര്യം, സഭയിൽ നിൽക്കുമ്പോൾ ഓർക്കുക, ആ സഭ അനാഥമല്ല. ആർക്കും കയറി തോണ്ടാനും തട്ടാനും പറ്റിയ ഒരു സ്ഥലമല്ല സഭ. സഭയിൽ നാം സുരക്ഷിതരാണ്. ഇന്നിപ്പോൾ സഭ ഒരുപാട് അപമാനിക്കപ്പെടുകയാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെയും എല്ലാ ഇടങ്ങളിലും സഭയുടെ അംഗമാണെന്ന് പറയുമ്പം നമ്മൾ ഏതാണ്ട് ചമ്മുകയും തല താഴ്ത്തുകയും ചെയ്യുകയാണ്. പക്ഷേ അഭിമാനത്തോടെ തല ഉയർത്തണം. പുറമേ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കുറ്റാരോപിതരോ അല്ലെങ്കിൽ കുറ്റക്കാരോ ആരും ആയിക്കോട്ടെ, ഇതൊന്നുമല്ല സഭ. സഭ എന്ന് പറയുന്നത് അവിടുത്തെ ശരീരമാണ്. ആ ശരീരത്തിനൊരു തലയുണ്ട്. ആ ശരീരത്തിൽ ആ തലയുടെ കീഴിൽ ഒരു ശരീരമുണ്ട്. ആ ശരീരത്തിൽ പല അവയവങ്ങളുണ്ട്. പല അവയവങ്ങൾ പല ജോലി ഒരു ശരീരത്തിൽ ഇരുന്ന് ഒരു തലയുടെ കീഴിൽ ചെയ്യുന്നു. ഓ മൈ ഗാഡ്. ഒന്നുകൂടെ പറയാം. ഒരു ശരീരത്തിൽ പല അവയവങ്ങൾ പല ജോലി ഒരു ശരീരത്തിലിരുന്ന് ഒരു തലയുടെ കീഴിൽ ചെയ്യുന്നു. അത് മുഴുവൻ നിയന്ത്രിക്കുന്നു ഒരു തലയിരുന്ന്. അവിടെ രണ്ട് കാര്യം സംഭവിക്കുന്നു. ഒന്ന്, വളരുന്നു. രണ്ട്, രൂപപ്പെടുന്നു. ആര്? സഭയിലുള്ളവർ. എങ്ങനെ? 5 വിധ ശുശ്രൂഷയിലൂടെ. ആരാത്? അപ്പോസ്തലൻ, പ്രവാചകൻ, ഇടയൻ, സുവിശേഷകൻ, പ്രബോധകൻ. 5 വിധ ശുശ്രൂഷ, 5 ഉദ്ദേശങ്ങളാണ്. ശുശ്രൂഷയുടെ ജോലിയാണ്. ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീയ വർധനവാണ്. കണ്ടോ, വിശുദ്ധരെ പരിപൂർണതയിൽ എത്തിക്കുന്ന ജോലിയാണ്. ഏറ്റെടുക്കുക, ഒരു ജോലിയായിട്ട് ഏറ്റെടുക്കുക. ആസ് എ വർക്ക് അപ്പോയിന്റ് ചെയ്ത് കൊടുക്കുക. ഒരു ജോലിയായിട്ട് തന്നെ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ കൃപാവരങ്ങളുടെ വൈവിധ്യത അതാ ഈ 4-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 17 വരെയുള്ള 16 വരെയുള്ള വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ വിശദീകരിക്കുന്ന കൃപാവരങ്ങളുടെ വൈവിധ്യം എങ്ങനെ നമ്മളിൽ എന്നുള്ളതാണ്. അപ്പോൾ സഭയെന്ന് പറയുമ്പോൾ നമ്മളിന്ന് കാണുന്ന ഇൻസ്റ്റിറ്റ്യൂഷനോ, നമ്മളിന്ന് കാണുന്ന ഹൈറാർക്കി സിസ്റ്റമോ, അല്ലെങ്കിൽ നമ്മളിന്ന് കാണുന്ന കുറ്റാരോപിതരോ, അല്ലെങ്കിൽ നമ്മളിന്ന് കാണുന്ന പ്രതിക്കൂട്ടിൽ നിൽക്കുന്നവരോ പ്രതികളോ ആരും, അതൊന്നുമല്ല സഭ. സഭയെന്ന് പറയുന്നത് ക്രിസ്തു എന്ന തലയുടെ കീഴിൽ സമ്മേളിച്ചിരിക്കുന്ന ശരീരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തലയോട് സമ്മേളിച്ചിരിക്കുന്നത് കൊണ്ട്, അതാണ് ആ വാക്യം ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. 15-ാമത്തെ വാക്യം, ക്രിസ്തു സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസായ ക്രിസ്തുവിലേക്ക് എല്ലാ വിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നു. അപ്പോൾ വളർച്ച എങ്ങോട്ടാ? ശിരസിലേക്കാണ്. ശിരസാര? ക്രിസ്തുവാണ്. നമ്മളാരാ? ശരീരമാണ്. ശരീരമായി ഞാൻ ശിരസിലേക്ക് വളരുകയാണ്. അപ്പോൾ ക്രിസ്തീയ വളർച്ച ഒറ്റ വാക്കിൽ അപഗ്രഥിക്കുകയാണ്. ശരീരം ശിരസിലേക്ക് വളരുകയാണ്. ശിരസിനെ പോലെ ശരീരമാവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്തിരിക്കുന്നു? സമുന്നയിച്ച് വെച്ചിരിക്കുന്നു, ബന്ധിക്കപ്പെട്ട് വെച്ചിരിക്കുന്നു. എങ്ങനെ? ഞരമ്പുകളിലൂടെ. കണ്ടില്ലേ? അസ്ഥികളിലൂടെ കോർത്തിണക്ക് വെച്ചിരിക്കുന്നു. എന്നതിനാ? തലയോളം എത്തണം. എന്ത് ബ്യൂട്ടിഫുൾ ആണ് ഈ വിശദീകരണം. ഇത്രയും എഫെസ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 16-ാം വാക്യത്തിൻ്റെ അകത്ത് ഇത്രയും വലിയ രഹസ്യം അറിഞ്ഞുകൊണ്ടാണോ ഇത്രയും നാളും വായിച്ചുകൊണ്ടിരുന്നത്? അല്ല, ഇതൊക്കെ വായിക്കാറുണ്ടോ? അതോ ഇപ്പം നമ്മൾ പഠനം തുടങ്ങിയ പിന്നെയാണ്? സാരമില്ല, ഇപ്പോഴേലും തുടങ്ങിക്കോ, ലേറ്റ് ആയിട്ടില്ല. ഇത് എൻ്റെ കൂടെ നമുക്ക് ഒരുമിച്ച് ഇത് പഠിക്കാനും മനസ്സിലാക്കാനും അറിയട്ടെ. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവുകൾ എനിക്ക് പറഞ്ഞതാണ്. നമുക്ക് ഒരുമിച്ചത് പഠിക്കുകയും വളരുകയും ചെയ്യുക. അതാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. സഭ വിട്ടുപോകുമ്പോൾ വാസ്തവത്തിൽ ശിരസിൽ നിന്നാണ് നാം സെപ്പറേറ്റ് ആകുന്നത്. ശിരസിൽ നിന്ന് സെപ്പറേറ്റ് ആവുക എന്ന് പറഞ്ഞാൽ എന്താണ് ശരീരത്തിൻ്റെ അവസ്ഥ? തലയില്ലാത്ത ഒരു ബോഡിയെ തലയില്ലാത്ത ഒരു ശരീരത്തെ നിങ്ങളൊന്ന് സങ്കല്പിക്കുക. ഇതുപോലെയാണ് സഭയിൽ നിന്നൊരു വ്യക്തി മാറിപ്പോവുക എന്ന് പറഞ്ഞാൽ. സഭയിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോകുന്ന ഒരുപാട് കാര്യങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നു.
എഫെസോസ് ലേഖനം 4:14, നാം ഇനി തെറ്റിന്റെ വഞ്ചനയിൽ ഉൾപ്പെടുത്താൻ മനുഷ്യർ കൗശലപൂർവ്വം നടത്തുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ ആടി ഉലയുകയും തൂത്തെറിയപ്പെടുകയും ചെയ്യുന്ന ശിശുക്കളാകരുത്. ആടി ഉലയും. ബൈബിളിലെ ആ വാക്യം കണ്ടോ, ബൈബിളിലെ ഈ വാക്യം കണ്ടോ? ഈ വാക്യത്തിനെതിരല്ലേ സഭയിലുള്ളത്, ആ എതിരല്ലേ സഭയിലുള്ളത്? സഭയിൽ ആ പ്രവൃത്തി കണ്ടോ, സഭയിൽ ഈ പ്രവൃത്തി കണ്ടോ? ഞങ്ങളുടെ സഭയെ നോക്ക്, 10 വർഷമായിട്ടുള്ളൂ തുടങ്ങിയിട്ട്, പക്ഷെ നല്ലതാണ്, വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ആ വാക്യത്തിൻ്റെ പുറകെ പോയി അങ്ങോട്ട് മറിയും, ഈ വാക്യത്തിൻ്റെ പുറകെ പോയി ഇങ്ങോട്ട് മറിയും. അവസാനം ആടി ഉലയും. ഇങ്ങനെ ആടി ഉലഞ്ഞിട്ട് നമ്മൾ വലിയ സങ്കടത്തിലും സന്താപത്തിലും വലിയ സാഹചര്യത്തിലും ആയി പെട്ടുപോകും. ആടിയുലയുകയും വലിച്ചെറിയപ്പെടുകയും ചെയ്യും. ഓർക്കുക, ഇന്ന് നമുക്ക് പുതിയ നിയമം നൽകപ്പെട്ടിരിക്കുന്നത് ഈ സഭയിലൂടെയാണ്. അപ്പോൾ ഈ ബൈബിളിലെ ഒരു വാക്യവും ഈ സഭയ്ക്ക് വിരുദ്ധമല്ല. ബൈബിളിലെ വാക്യം എടുത്ത് സഭയിൽ നിന്ന് വ്യക്തികളെ ഇന്ന വാക്യം കണ്ടോ അത് സഭയ്ക്ക് വിരോധമാണെന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ആദ്യത്തെ 4 നൂറ്റാണ്ട് ഇന്ന് നമ്മൾ സഭയെ കുറ്റം പറയാൻ എടുക്കുന്ന ഈ ബൈബിൾ ഇല്ലായിരുന്നു. ഈ സഭ ഇനിഷ്യേറ്റീവ് എടുത്തില്ലായിരുന്നെങ്കിൽ, ഈ സഭയുടെ കൗൺസിലിൽ ഇതാണ് പുതിയ നിയമത്തിലെ പുസ്തകങ്ങളെന്ന് തീരുമാനിച്ചില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ക്രോഡീകരിച്ചില്ലായിരുന്നെങ്കിൽ, ഇങ്ങനെ ഒരു ബൈബിൾ എടുത്തു വെച്ച് സഭയെ കുറ്റം പറയാനായിട്ട് ഒരു ബൈബിൾ ഉണ്ടാവുകയില്ലായിരുന്നു. ബൈബിളിന് മുമ്പേ ഉള്ള സഭയാണ് കർത്താവിൻ്റെ ശരീരമാകുന്ന സഭ. 4 നൂറ്റാണ്ട് സഭയ്ക്ക് ബൈബിൾ ഇല്ലായിരുന്നു. എഴുതപ്പെട്ട തരത്തിൽ ബൈബിൾ എഴുതില്ലായിരുന്നു. 4 നൂറ്റാണ്ടും കഴിഞ്ഞ് എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ബൈബിൾ അവൈലബിൾ ആയത്. എന്നാൽ അത് ഉണ്ടായിരുന്ന കാലത്തും ഇല്ലാതിരുന്ന കാലത്തും സഭയുണ്ട്. സഭയാം ശരീരമുണ്ട്, ശിരസ്സുമായിട്ടുള്ള ബന്ധമുണ്ട്. ആ ശിരസ്സിനോട് ചേർന്ന് വളരുക, അതാണ് ദൈവം വിളിക്കുക. പ്രത്യുത സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസ്സായ ക്രിസ്തുവിലേക്ക് എല്ലാ വിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നു. ഇൻ എവറി ഏരിയ വി നീഡ് എ ഗ്രോത്ത്. വി ഹാവ് ടു ഗ്രോ. എങ്ങോട്ടാണ് പറയുന്നത്? ക്രിസ്തുവിലേക്ക്, തലയിലേക്ക്, ശരീരത്തിൻ്റെ വളർച്ച. അതാണ് ക്രിസ്തീയ ജീവിതം. ഇങ്ങോട്ട് നോക്ക്. ക്രിസ്തീയ ജീവിതത്തെ ഒറ്റ വാക്കിൽ അപഗ്രഥിക്കുന്നു. എന്താണ്? തലയിലേക്ക് ശരീരത്തിൻ്റെ വളർച്ച. ഇതിനിടയിലാണ് മുഴുവൻ കാര്യങ്ങളും കിടക്കുന്നത്. അതിനു വേണ്ടി എന്ത് ചെയ്തിരിക്കുക? പല അവയവങ്ങളെ തന്നിരിക്കുക. അവയവങ്ങളെ എങ്ങനെ വെച്ചിരിക്കുക? കോർത്തിണക്കി വെച്ചിരിക്കുക ശരീരത്തിലേക്ക്. അവയവം വഴി ശരീരം സ്വീകരിക്കുന്നു, തലയിലേക്ക് വളരുന്നു. ഒന്നുകൂടെ പറയാം, അവയവം വഴി ശരീരം സ്വീകരിക്കുന്നു, തലയിലേക്ക് വളരുന്നു. ഈ അവയവങ്ങൾ ഏതാ? നമ്മളാ ഓരോരുത്തരും. ഈ അവയവങ്ങളിൽ ചില അവയവങ്ങൾക്ക് വരം നൽകപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ കണ്ണിന് കാണാനുള്ള വരവില്ലേ? ചെവിക്ക് കേൾക്കാനുള്ള വരവില്ലേ? കൈക്ക് ചെയ്യാനുള്ള വരവില്ലേ? നാവിന് രുചിക്കാനുള്ള വരവില്ലേ? മൂക്കിന് ശ്വസിക്കാനുള്ള വരവില്ലേ? ഈ പറഞ്ഞതുപോലെ തന്നെ കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയിൽ വൈവിധ്യങ്ങളുണ്ട്. കൈയുടെ പ്രവൃത്തിയും കാലിൻ്റെ പ്രവൃത്തിയും തമ്മിൽ വ്യത്യസ്തതയില്ലേ എന്ന് പറഞ്ഞ പോലെ വൈവിധ്യങ്ങളുണ്ട്. എന്നാൽ കാലും ഇല്ലാതെ കൈയുമില്ലാതെ ശരീരമില്ലല്ലോ. കായും കാലും കൂടെ വന്നപ്പോഴല്ലേ, മൂക്കും നാക്കും ചെവിയും കൂടെ വന്നപ്പോഴല്ലേ ശരീരമായത് എന്ന് പറഞ്ഞതുപോലെ തന്നെ അപ്പോസ്തലനുണ്ട്, ഇടയനുണ്ട്, പ്രവാചകനുണ്ട്, ഉപദേഷ്ടാവുണ്ട്, പ്രബോധകനുണ്ട്. എല്ലാം കൂടെ വരുമ്പോഴാണ് അവിടുത്തെ ശരീരമാകുന്ന സഭയാകുന്നത്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ ഉദ്ദേശം ഈ ശിരസിൽ നിന്ന് നമ്മളിലേക്ക് സകലവും വരണമെന്നാണ്. ശിരസിൽ ഇല്ലാത്തതൊന്നുമില്ല. ശിരസിൽ ഇല്ലാത്തതൊന്നുമില്ല എങ്കിൽ അവിടുന്ന് താഴേക്കും ഇവിടുന്ന് അങ്ങോട്ടും, അവിടുന്ന് ഇങ്ങോട്ട് നിർദ്ദേശങ്ങൾ വരുന്നു, അവിടുന്ന് ഇങ്ങോട്ട് അഭിഷേകം വരുന്നു, അവിടുന്ന് ഇങ്ങോട്ട് നിറവ് വരുന്നു, ഇവിടുന്ന് അങ്ങോട്ട് വളർച്ച വരുന്നു. അതിൻ്റെ റിസൾട്ടാണ് എഫെസോസ് 4:16 അവസാനിക്കുമ്പോൾ, ആ ഖണ്ഡിക അവസാനിക്കുമ്പോൾ 2 പദം പറയുന്നു. 1 വളരുകയും 2 രൂപപ്പെടുകയും ചെയ്യുന്നു. സ്വീകരിച്ചോ? വളരുകയും രൂപപ്പെടുകയും ചെയ്യുന്നു. വളരാം, രൂപപ്പെടാം, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയോട് ചേർന്ന് നിൽക്കാം, സഭയുടെ സകല ഐശ്വര്യത്തെയും സ്വീകരിക്കാം, പൗരോഹിത്യ അധികാരത്തിന് കീഴ്പ്പെടാം, മേൽപ്പട്ടക്കാർക്ക് വിധേയപ്പെടാം. സഭയുടെ സർവ്വ ഐശ്വര്യവും നമ്മിലേക്ക് കടന്നു വരാൻ ഇടയാകട്ടെ. കൃപയുടെ നീർച്ചാലുകളിൽ നാം വേഗം ഒരു സാക്ഷ്യം കേൾക്കുവാനായി പോകുകയാണ്. കർത്താവ് ചെയ്ത അത്ഭുതത്തിന്റെ സാക്ഷ്യം കേട്ടിട്ട് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഊഞ്ഞാലിന്ന് കൊച്ചിലെ മറിഞ്ഞു വീണായിരുന്നു മോള്. നമുക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പം വലുതായപ്പോഴേക്കും നട്ടലിന് വളവ് ചരിവുണ്ട്. നടക്കുമ്പോൾ കൊച്ചി മെഡിക്കൽ കോളേജിലെ ബെൽറ്റ് ഇങ്ങനെ 3 മാസം ഇട്ടേക്കും. അതൊക്കെ മാറിയില്ലെങ്കിൽ സർജറി ചെയ്യണമെന്ന് പറഞ്ഞേക്കും. നട്ടലിന് വളവാണ്. ഈ കുഞ്ഞിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒന്ന് കൈനീട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാം. സർവശക്തനായ കർത്താവേ,
അസാധ്യതകളില്ലാത്ത ദൈവത്തിൻ്റെ പുത്ര ഇവളുടെ നടപ്പിലുള്ള വീഴ്ചകൾ, വളച്ചിലുകൾ എല്ലാം ഇപ്പം മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോലെ അതിശയം ലോകത്തിൽ നടന്നിടാൻ അവിടുത്തെ ശക്തി ആളുമാറിയവളെ പോലെ ഈ ശരീരത്തിലേക്ക് വ്യാപിക്കട്ടെ. നട്ടല് ജീവൻ പ്രാപിക്കട്ടെ. കുഞ്ഞ് സൗഖ്യത്തിന്റെ ശക്തി വ്യാപിക്കട്ടെ. ഈശോയുടെ ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയാല് യേശുവിന്റെ നാമം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വലിയ വിജയത്തിന് നന്ദി പറയുന്നു. കരങ്ങളെ തട്ടി നമുക്ക് യേശുവിന് ആരാധന കൊടുക്കാം. ഈശോ വിളിച്ചോ. മോന്റെ പേരെന്നാടാ? ഗ്രീഷ്മ. മോനെ ഈശോ ഒത്തിരി സ്നേഹിക്കുന്നു കേട്ടോ. മോള് ഇനി നടക്കുവല്ല, ഓടും. പക്ഷെ നീ ചെരിഞ്ഞു വീഴത്തില്ല കേട്ടോ. വിശ്വസിക്കുന്നോ? ഒന്ന് ഇറങ്ങി ഓടിക്കും. ഓടിക്കോ. ഭയപ്പെടണ്ട, നീ ഓടിക്കോ. കരം തട്ടി. ഹല്ലേലൂയ. കണ്ടില്ലേ, കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഏത് ജീവിതത്തിലും കർത്താവിന് അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയും. ഇപ്പം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയമാണ്. വളരെ ഫോക്കസ്ഡ് ആയിട്ട് പ്രാർത്ഥിക്കണം. കരം വിരിച്ചു പിടിച്ച് എന്നോട് ചേർന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച്, കർത്താവായ യേശുവേ, ജീവന്റെ ഉറവിടമേ, ഞാൻ അങ്ങേ വിശ്വസിക്കുന്നു. ഈ വചനം ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അവിടുത്തെ ശരീരമായ സഭയിലാണ്. എന്നോട് ചേർന്ന് പറയുക, ഞാൻ അവിടുത്തെ ശരീരമായ സഭയിലാണ്. ഈ സഭയുടെ ശിരസ് അവിടുന്നാണ്. നരകകവാടത്തെ ജയിക്കുന്ന, നരകകവാടം ജയിക്കാത്ത ഈ സഭയുടെ സർവ്വ ഐശ്വര്യം വളരുകയും രൂപപ്പെടുകയും ചെയ്യും എന്ന് പറഞ്ഞ ഐശ്വര്യം ഞാൻ എന്നിലേക്ക് സ്വീകരിക്കുന്നു. വളർച്ച ഉണ്ടാകട്ടെ, രൂപപ്പെടട്ടെ, ഗ്രോത്തും റിഫോർമേഷനും എന്നിൽ സംഭവിക്കട്ടെ. അതിനായി ഞാൻ എന്നെ സമർപ്പിക്കുന്നു. തലയിൽ നിന്നുള്ള സൗഖ്യം ശരീരത്തിലേക്ക് ഇപ്പോൾ സ്വീകരിക്കുന്നു. സുഖമാവുക, സൗഖ്യമാവുക. അമ്മ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് വിശേഷമായ ഒരു പ്രതിഷ്ഠയായിട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സകല സ്വർഗീയ മാലാഖമാരുമേ കാവൽ മതിൽ തീർക്കണമേ. സകല വിശുദ്ധരുമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. രക്തസാക്ഷികളുടെ വിശ്വാസത്തിൻ്റെ ധൈര്യം ഞങ്ങളിൽ പകരണമേ. സന്യസ്തരുടെ സമർപ്പണം ഞങ്ങളിൽ തരണമേ. പുരോഹിതരുടെ പൗരോഹിത്യ അധികാരത്തോട് ഞങ്ങളെ ചേർത്ത് നിർത്തണമേ. മെത്രാൻ സമിതിയുടെ വിധേയത്വത്തിൻ്റെ കീഴിൽ ഞങ്ങളെ നിർത്തണമേ. ഞങ്ങളെ നിക്ഷിപ്തമാക്കിയ ദൈവിക അധികാരത്തോട് ചേർന്ന് നിൽക്കുവാൻ ഞങ്ങൾക്ക് കൃപ വീണ്ടും തരണമേ. സഭയാം ശരീരത്തിൻ്റെ മുഴുവൻ ഐശ്വര്യവും അതിൻ്റെ പ്രതാപത്തോടെ പ്രഘോഷിക്കപ്പെടുന്ന വർഷമായി 2021 മാറ്റപ്പെടട്ടെ. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. വളരെ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയാണ്. സഭയാം ശരീരത്തിൻ്റെ സർവ്വ ഐശ്വര്യങ്ങളാലും സർവശക്തൻ നിങ്ങളെല്ലാവരെയും നിറയ്ക്കട്ടെ എന്നും ഒരു പുതുവർഷത്തിൻ്റെ എല്ലാ ആശീർവാദങ്ങളാലും ദൈവം സകലരെയും നിറയ്ക്കട്ടെ എന്നും വിശേഷാൽ പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഒരുമിച്ച് ഇതേ സമയത്ത് ഇതേ ചാനൽ വീണ്ടും കാണും വരെയും കർത്താവ് നമ്മെ സൂക്ഷിക്കട്ടെ. കർത്താവിൻ കരങ്ങൾ ചെറുതല്ല, അവിടുത്തെ ചെവിയോ ബധിരമല്ല. കർത്താവിൻ കരങ്ങൾ ചെറുതല്ല, അവിടുത്തെ ചെവിയോ ബധിരമല്ല. നിന്റെ നിലവിളി കേൾക്കുവാൻ, കണ്ണുനീർ മായ്ക്കുവാൻ കർത്താവു നിന്നോടു കൂടെയുണ്ട്. നിന്റെ ആശ്വാസദായകൻ കൂടെയുണ്ട്. കർത്താവിൻ കരങ്ങൾ ചെറുതല്ല, അവിടുത്തെ ചെവിയോ ബധിരമല്ല. നിന്റെ നിലവിളി കേൾക്കുവാൻ, കണ്ണുനീർ മായ്ക്കുവാൻ കർത്താവു